കാട്ടിലെ മനോഹരമായ ഒരു പ്രഭാതമായിരുന്നു അത്. വെള്ളച്ചാട്ടം വളരെ വേഗത്തിൽ ഒഴുകിക്കൊണ്ടിരുന്നു. ഈ സമയം മാൻ, ജിറാഫ്, മോണ്ടുകുരങ്ങൻ എന്നിവർ വെള്ളം കുടിക്കുവാൻ വേണ്ടി വെള്ളച്ചാട്ടത്തിനരികിലേക്ക് വരികയുണ്ടായി. ഇന്ന് ഈ ഒഴുകി വരുന്ന വെള്ളത്തിന് നല്ല തണുപ്പുണ്ടല്ലോ. അതെ, എന്തൊരു തണുപ്പ്! വൗ, നല്ല രസമുണ്ട്. അപ്പോൾ പെട്ടെന്ന് വെള്ളച്ചാട്ടത്തിൽ നിന്നുള്ള വെള്ളത്തിനോടൊപ്പം എന്തോ ഒന്ന് താഴേക്ക് ഒഴുകി വന്നു. അയ്യോ, അതെന്താ താഴേക്ക് വരുന്നത്? വരൂ നോക്കാം. ആ വസ്തു മുന്നോട്ട് നീങ്ങാൻ തുടങ്ങി. ഒപ്പം അവർ 3 പേരും അതിന്റെ പിന്നാലെ. കുറച്ചധിക സമയം ഒഴുകിയ ശേഷം പുഴയുടെ ഒഴുക്ക് കുറഞ്ഞപ്പോൾ ആ വസ്തു ഒരു കരയിലേക്ക് അടിഞ്ഞു. അവർ 3 പേരും അതിനടുത്തേക്ക് ചെന്നപ്പോൾ അവർ കണ്ടത്, അയ്യോ, ഇതൊരു മനുഷ്യനാണല്ലോ. ഇത് ചിലപ്പോൾ ഒരു വേട്ടക്കാരനുമാകാം. അതെ, പക്ഷെ എനിക്ക് തോന്നുന്നത് ഇയാൾ മരിച്ചുപോയി എന്നാണ്. അപ്പോൾ പെട്ടെന്ന് അയാളുടെ കണ്ണുകൾ തുറന്നു. അയ്യോ, ഓടിക്കോ, ഇയാൾക്ക് ജീവനുണ്ട്, ഇയാൾ നമ്മളെ വേട്ടയാടും. ഇത്രയും പറഞ്ഞുകൊണ്ട് അവർ 3 പേരും അവിടെ നിന്നും ഓടിപ്പോയി. ആ കുട്ടി എഴുന്നേറ്റ് അവന്റെ ചുറ്റുപാടും കണ്ണുകൾ ഓടിച്ചു. ഇത് ഏത് സ്ഥലമാണ്? ഞാനിതെവിടെയാണ്? അവൻ കഴിഞ്ഞതെല്ലാം ഓർത്തെടുക്കാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷെ അവന് ഒന്നും തന്നെ ഓർമ്മ വന്നില്ല. അവൻ അവന്റെ കഴുത്തിൽ കിടന്ന ലോക്കറ്റിലേക്ക് നോക്കി. ടിൻടിൻ, ചിലപ്പോൾ എന്റെ പേര് ടിൻടിൻ എന്നായിരിക്കും. പക്ഷെ ഞാൻ ഈ കാട്ടിൽ എന്താ ചെയ്യുന്നത്? അപ്പോഴാണ് അവൻ ഒരു സിംഹത്തിന്റെ ഗർജനം കേട്ടത്. എന്റെ ദൈവമേ, ഒരു സിംഹമല്ലേ ഇത്? അവൻ സിംഹത്തെ പേടിച്ച് വളരെ വേഗം ഓടാൻ തുടങ്ങി. അവൻ വളരെ ദൂരം ഓടിക്കൊണ്ടേയിരുന്നു. പക്ഷെ ഏതോ ഒരു സ്ഥലത്ത് വെച്ച് അവന്റെ കാലിൽ ഒരു കല്ല് തട്ടി. അവൻ കാലിടറി ഒരു ചരിവിലൂടെ താഴേക്ക് വീഴാൻ തുടങ്ങി. ആ ചരിവിൽ ഒരു കൂടും അതിലൊരു മുട്ടയും ഇരിപ്പുണ്ടായിരുന്നു. ടിൻടിൻ തട്ടി തട്ടി ആ കൂടിന് മുകളിലൂടെ വീണു. അവൻ താഴേക്ക് വീഴുന്നത് തടയുന്നതിനായി കയ്യിൽ കിട്ടിയ വസ്തുവിൽ മുറുക്കെ പിടിച്ചു. അവൻ 2 കൈകളും കൊണ്ട് ആ മുട്ടയിൽ പിടിച്ചു. പക്ഷേ അവൻ ആ മുട്ടയോടൊപ്പം ചരിവിലൂടെ നേരെ താഴേക്ക് വീണു. ദൈവത്തിന് നന്ദി, എനിക്ക് കാര്യമായി പരിക്കൊന്നുമില്ല. എന്റെ കയ്യിൽ ഇതെന്താ കിട്ടിയത്? ഞാനിതെന്തോ പാറയാണെന്ന് കരുതി പിടിച്ചതാണല്ലോ. ടിൻടിൻ അപ്പോഴാണ് മനസ്സിലാക്കിയത് അവന്റെ കയ്യിലുള്ളത് ഒരു മുട്ടയാണെന്ന്. ഇതൊരു മുട്ടയാണെന്ന് തോന്നുന്നു. അതെ, ഇതൊരു മുട്ട തന്നെയാണ്. ഇത് വലിയ കഷ്ടമായല്ലോ. ആരാണ് ഈ രാവിലെ തന്നെ ഇത്ര ഒച്ചപ്പാടുണ്ടാക്കുന്നത്? ഒരു മുയൽ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ പാടെ തന്റെ മുന്നിൽ ടിൻടിനെ കാണുന്നു. അത് ഞെട്ടിത്തരിച്ചുപോയി. എന്റെ ദൈവമേ, ഒരു വേട്ടക്കാരൻ വന്നിരിക്കുന്നു, രക്ഷപ്പെടൂ! അതിന്റെ ബഹളം കേട്ട് ആ കുറ്റിക്കാട്ടിൽ നിന്ന് ആനയും ജിറാഫും കുറുക്കനും പുറത്തേക്ക് വന്നു. എവിടെയാണോ വേട്ടക്കാരൻ? അതാ നോക്കൂ, അവിടെ. അല്ല, ഞാൻ വേട്ടക്കാരനൊന്നുമല്ല. പക്ഷെ അവർ 3 പേരും ഉച്ചത്തിൽ കരഞ്ഞു. എന്നിട്ട് അവർ അവിടെ നിന്നും ഓടിപ്പോയി. മുയൽ അടുത്തു തന്നെയുള്ള തന്റെ മാളത്തിൽ ഒളിച്ചു. ഈ മൃഗങ്ങൾ എന്നെ വേട്ടക്കാരനാണെന്നാ വിചാരിച്ചിരിക്കുന്നത്. അപ്പോഴേക്കും ആ മുട്ട അനങ്ങാൻ തുടങ്ങി. ഇത് പൊട്ടുന്നതിന് മുൻപ് ഞാനിത് തിരിച്ചതിന്റെ കൂട്ടിൽ തന്നെ വെക്കണം. പക്ഷേ അത്രയും ഉയരത്തിലേക്ക് ഞാൻ എങ്ങനെയാണ് തിരിച്ചു കയറുക? ആ മുയൽ തന്റെ മാളത്തിലിരുന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഇയാൾ ഒരു വേട്ടക്കാരനാണെങ്കിൽ ഇയാളുടെ കയ്യിൽ ആയുധങ്ങളൊന്നും ഇല്ലാത്തത് എന്തുകൊണ്ടാണ്? അപ്പോഴേക്കും ആ മുട്ട നന്നായി കുലുങ്ങാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ അത് പൊട്ടുകയും അതിനുള്ളിൽ നിന്ന് ഒരു കുഞ്ഞൻ കൊക്ക് പുറത്തു വരികയും ചെയ്തു. എന്ത് രസമാ ഇതിനെ കാണാൻ! കുഞ്ഞൻ കൊക്ക് അതിന്റെ കുഞ്ഞി കണ്ണുകൾ തുറന്ന് അടുത്തു നിന്നിരുന്ന ടിൻടിനെ കണ്ടു. അവർ 2 പേരും പരസ്പരം നോക്കി. ആ കുഞ്ഞൻ കൊക്ക് ടിൻടിന്റെ കാലിനടുത്തേക്ക് ചെന്നു. അച്ഛാ! ഞാൻ അച്ഛനോ? ടിൻടിൻ അതിന്റെ നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കി. എന്നിട്ട് പുഞ്ചിരിച്ചു. അതെ അതെ, ഞാൻ നിന്റെ അച്ഛനാണ്. ഇതും പറഞ്ഞ് അവൻ ആ കുഞ്ഞൻ കൊക്കിനെ നെഞ്ചോട് ചേർത്തു. നീ വളരെ ക്യൂട്ടാണ്. നീ ഏത് പക്ഷിയാണെന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നിന്റെ ഈ സുന്ദരമായ മുഖത്തിന് പറ്റിയ പേര് ടിങ്കു എന്നാണ് എനിക്ക് തോന്നുന്നത്. മതിയോ? ടിങ്കു! എനിക്ക്
എനിക്കറിയാമായിരുന്നു നിനക്ക് ഈ പേര് ഇഷ്ടമാകുമെന്ന്. വരൂ, നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമെന്ന് അന്വേഷിക്കാം. ഇത്രയും പറഞ്ഞ് ടിൻഡിൻ അതിനെ കയ്യിലെടുത്ത് മുന്നോട്ട് നീങ്ങി. അപ്പോൾ ആ മുയലും അവരുടെ പിറകെ പോയി. കുറച്ച് ചുവടുകൾ നടന്നപ്പോൾ അയാൾ ഒരു ആപ്പിൾ മരം കണ്ടു. ടിൻഡിൻ ഒരു കല്ലെടുത്ത് ഒരു ആപ്പിളിന് നേരെ ലക്ഷ്യമിട്ടു. ആദ്യ ഏറിൽ തന്നെ ഒരു ആപ്പിൾ താഴേക്ക് വീണു. അയാൾ ആ ആപ്പിൾ എടുത്ത് ടിങ്കു കൊക്കിന്റെ വായിലേക്ക് വെച്ച് നീട്ടി. ഇതാ ടിങ്കു, ഇത് കഴിച്ചോളൂ. ടിങ്കു ആ ആപ്പിളിന്റെ മണം പിടിച്ചു. എന്നിട്ട് താഴേക്ക് നോക്കി. നീ എന്താണിത് കഴിക്കാത്തത്? അപ്പോൾ ടിൻഡിന്റെ കാലിൽ ഒരു കീടാണു കടിച്ചു. ആ, ടിൻഡിൻ തന്റെ കാലിൽ പറ്റിപ്പിടിച്ച പുഴുവിനെ കയ്യിലെടുത്തു. അച്ഛാ! അപ്പോൾ പെട്ടെന്ന് തന്നെ ടിങ്കു ആ പുഴുവിനെ തന്റെ കൊക്ക് കൊണ്ടെടുത്ത് കഴിച്ചു. അപ്പോൾ നീ പുഴുവിനെയാണോ തിന്നുന്നത്? ഇത് കണ്ട് ടിൻഡിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. ഈ മണ്ണിൽ ഇനിയും പുഴുക്കളുണ്ടാകും. ടിൻഡിൻ ഒരു വടിയെടുത്ത് നിലത്തു നിന്നും മണ്ണിളക്കാൻ തുടങ്ങി. അപ്പോൾ കുറച്ച് പുഴുക്കൾ കൂടി മണ്ണിന് വെളിയിലേക്ക് വന്നു. ടിങ്കു കൊക്ക് പുഴുക്കളെ തിന്നാൻ തുടങ്ങി. അവൻ കഴിക്കുന്നത് കണ്ട് ടിൻഡിന് വളരെ സന്തോഷമായി. അപ്പോൾ ആ മുയലും അവന്റെ അടുത്തേക്ക് വന്നു. ഏയ്, നീ ഒരു മുയലല്ലേ? എന്റെ പേര് റാബിറ്റ് എന്നാണ്. നീ ഞാനൊരു വേട്ടക്കാരനാണെന്നല്ലേ കരുതുന്നത്? അങ്ങനെ ആയിരുന്നു വിചാരിച്ചിരുന്നത്. പക്ഷേ നീ ഈ കുഞ്ഞിനെ പരിപാലിക്കുന്നത് കാണുമ്പോ എനിക്ക് തോന്നുന്നില്ല നീ ഒരു വേട്ടക്കാരനായിരിക്കുമെന്ന്. ഭാഗ്യം, എന്നെ കണ്ട് ഓടിക്കളയാത്ത ഒരാളെങ്കിലും ഉണ്ടല്ലോ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നീ ഒരു വേട്ടക്കാരനല്ലെങ്കിൽ പിന്നെ ഇവിടെ എന്താണ് ചെയ്യുന്നത്? എനിക്കൊന്നും തന്നെ ഓർമ്മയില്ല. എന്റെ പേരെന്താണെന്ന് പോലും എനിക്ക് ഓർക്കാൻ കഴിയുന്നില്ല. എന്റെ കഴുത്തിലെ ഈ ലോക്കറ്റിൽ ടിൻഡിൻ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോ എനിക്ക് തോന്നി എന്റെ പേര് ടിൻഡിൻ എന്നായിരിക്കുമെന്ന്. അതെയോ? സാരമില്ല. ഇവൻ ഭക്ഷണം കഴിച്ചു. എനിക്ക് തോന്നുന്നു ഇവനിപ്പോൾ ദാഹിക്കുന്നുണ്ടെന്ന്. എങ്കിൽ വരൂ, ഞാൻ നിങ്ങൾക്ക് പുഴയിലേക്കുള്ള വഴി കാണിച്ചു തരാം. ടിൻഡിൻ ടിങ്കു കൊക്കിനെയും എടുത്ത് റാബിറ്റിന്റെ പിറകെ നടന്നു. പുഴയുടെ അടുത്തെത്തി അവർ രണ്ടുപേരും വെള്ളം കുടിച്ചു. നിന്നോട് വളരെയധികം നന്ദിയുണ്ട് റാബിറ്റ്. അപ്പോൾ പുഴയിൽ നിന്നും വെള്ളം കുടിച്ചുകൊണ്ടിരുന്ന ഒരു മാൻ ഇങ്ങനെ ഒച്ചയിട്ടു. രക്ഷപ്പെടൂ, രക്ഷപ്പെടൂ, വേട്ടക്കാരൻ വന്നിരിക്കുന്നു. ഇതും പറഞ്ഞ് അത് അവിടെ നിന്നും ഓടിപ്പോയി. ഈ മൃഗങ്ങൾ എത്ര കാലം ഞാൻ വേട്ടക്കാരനാണെന്ന് വിചാരിച്ചിരിക്കും. അങ്ങനെ വിചാരിച്ചോട്ടെ, ഇപ്പോൾ നിനക്ക് തന്നെ അറിയില്ല നീ ആരാണെന്ന്. ടിൻഡിനും റാബിറ്റും ചിരിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ റാബിറ്റ് എപ്പോഴും ടിൻഡിനോടും ടിങ്കുവിനോടും കൂടെ സമയം ചിലവഴിക്കാൻ തുടങ്ങി. ടിങ്കു ടിൻഡിനാണ് തന്റെ അച്ഛനെന്ന് വിശ്വസിച്ചു. അതുകൊണ്ട് തന്നെ അവന്റെ കൂടെ ആ കുഞ്ഞ് സന്തോഷവാനായിരുന്നു. അങ്ങനെ അവരെല്ലാം ഒരുമിച്ച് ഭക്ഷണം കഴിഞ്ഞ് ഒരുമിച്ചുറങ്ങി ദിവസങ്ങൾ കടന്നുപോയി. അങ്ങനെ ടിൻഡിൻ വലുതായി. ഒരു ദിവസം അവർ മൂന്നുപേരും വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ ആകാശത്തിൽ കൂടി കൊക്കുകളുടെ ഒരു കൂട്ടം പറന്നുപോയി. അച്ഛാ നോക്ക്, അച്ഛാ അത് നോക്ക്. ഇവരെല്ലാവരും നിന്നെ പോലെയാണ്. ഇവർക്ക് പറക്കാൻ കഴിയുന്നുണ്ട്. അതിനർത്ഥം നീയും പറക്കണമെന്നാണ്. റാബിറ്റ്, നിനക്കറിയാമോ ഇവരുടെ കൂട്ടത്തെ എവിടെയാ കാണാൻ കഴിയുക എന്ന്? പക്ഷേ അവരോടൊപ്പം ടിങ്കുവിനെ വിടുന്നത് ശരിയാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ അച്ഛാ, എനിക്ക് നിങ്ങളെ വിട്ട് എവിടെയും പോകണ്ട. പക്ഷേ നിനക്ക് പറക്കാൻ ആഗ്രഹമില്ലേ? അത് കേട്ടപ്പോൾ ടിങ്കു ആകാശത്തേക്ക് നോക്കി. ഒന്നും പറഞ്ഞില്ല. വിഷമിക്കേണ്ട, ഞാൻ നിന്നെ പറക്കാൻ പഠിപ്പിക്കാം. ഇത് പറഞ്ഞുകൊണ്ട് ടിൻഡിൻ ടിങ്കുവിനെ തന്റെ തോളിൽ എടുത്തു വെച്ചു. ഇനി ഞാൻ ഓടാൻ തുടങ്ങുമ്പോൾ നീ നിന്റെ ചിറകുകൾ ശക്തിയായി അടിക്കണം. ഇത് കേട്ട് ടിങ്കു തലകുലുക്കി സമ്മതിച്ചു. അങ്ങനെ ടിൻഡിൻ ഓടാൻ തുടങ്ങി. അവന്റെ പുറകെ റാബിറ്റും ഓടാൻ തുടങ്ങി. ഇനി നിന്റെ ചിറകുകൾ അടിക്ക്. ടിങ്കു തന്റെ ചിറകുകൾ അടിക്കാൻ തുടങ്ങി. അങ്ങനെ കുറച്ചു സമയം കൊണ്ട് അവൻ വായുവിൽ പറക്കാൻ തുടങ്ങി. ഹായ് അച്ഛാ, അങ്ങനെ എനിക്ക് പറക്കാൻ കഴിഞ്ഞു. അങ്ങനെ ടിങ്കു കാറ്റിനോട് കഥ പറയാൻ തുടങ്ങി. ടിങ്കു പറക്കുന്നത് കണ്ട് ടിൻഡിന് വളരെ സന്തോഷമായി. പക്ഷെ പെട്ടെന്ന് ഒരു കൊക്കോ, അതും ഇത്രയും ചെറുത്.
ടിങ്കു ഒരു പരുന്തിന്റെ കണ്ണിൽ പെട്ടു. ടിങ്കു, വേഗം രക്ഷപ്പെടൂ. അയ്യോ അച്ഛാ! പരുന്ത് ടിങ്കുവിന്റെ പിറകെ പോകാൻ തുടങ്ങി. ടിങ്കു പരുന്തിനെ പേടിച്ച് വളരെ വേഗത്തിൽ പറന്നു. പരുന്ത് വളരെ പെട്ടെന്നാ പോകുന്നത്. ടിങ്കുവിന് അതിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല. ഇതും പറഞ്ഞ് ടിൻഡിൻ ഒരു കല്ലെടുത്തു. അത് ടിങ്കുവിനെ പിടിക്കാൻ പോവുകയാ. ടിൻഡിൻ അതിനെ ലക്ഷ്യമാക്കി കല്ലെറിഞ്ഞു. പരുന്ത് ടിങ്കുവിനെ പിടികൂടുമെന്നായി. അപ്പോഴേക്കും ആ കല്ല് അതിന്റെ ദേഹത്ത് കൊണ്ടു. അത് ദൂരെ പോയി വീണു. അച്ഛാ! ടിങ്കു പെട്ടെന്ന് തന്നെ താഴേക്ക് വന്നു. ടിൻഡിൻ അവനെ തന്റെ നെഞ്ചോട് ചേർത്തു. നീ നിന്റെ കൂട്ടത്തോടൊപ്പം ആയിരുന്നുവെങ്കിൽ അത് നിന്നെ ഒരിക്കലും ആക്രമിക്കില്ലായിരുന്നു. ഇല്ല അച്ഛാ, ഞാൻ നിങ്ങളെ വിട്ട് എങ്ങും പോകുകയില്ല. ടിൻഡിൻ ആരാണ്? അവൻ ഈ കാട്ടിൽ എന്താണ് ചെയ്യുന്നത്? അവന് ടിങ്കു കൊക്കിന്റെ അച്ഛനമ്മമാരെ കണ്ടെത്താനാകുമോ? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ അറിയാൻ ഈ കഥയുടെ അടുത്ത ഭാഗം തീർച്ചയായും കാണുക.